ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. യഹൂദ വിശ്വാസമനുസരിച്ച് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തെ തുടർന്ന് ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ മനുഷ്യന് മുൻപിൽ കൊട്ടിയടച്ചു. അന്നടയ്ക്കപ്പെട്ട വാതിൽ വീണ്ടും തുറന്നു കിട്ടുക രക്ഷകൻ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യപാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ്. ഇവിടെ ആടുകളുടെ വാതിൽ താനാണെന്നും തന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കുമെന്ന് യേശു പറയുമ്പോൾ, യഹൂദർ നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ താൻ തന്നെയാണെന്ന സത്യം യേശു വെളിപ്പെടുത്തുകയായിരുന്നു. താനാണ് ആടുകളുടെ വാതിലെന്നും തനിക്ക് മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നും യേശു പറയുമ്പോൾ, പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതരെയും യേശു അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് ഒരു വേള തോന്നിയേക്കാം. എന്നാൽ യേശു ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് 2 തരത്തിലാണ്. തനിക്ക് മുമ്പ് നല്ല രാജാക്കന്മാരും നല്ല പ്രവാചകന്മാരും നല്ല പുരോഹിതരുമൊക്കെ ജീവിച്ചിരുന്നു. അവർ നല്ല വിധം ഇസ്രായേൽ എന്ന ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തെ തുടർന്ന് കൊട്ടിയടക്കപ്പെട്ട സ്വർഗകവാടം തങ്ങളുടെ ആട്ടിൻപറ്റത്തിനായി തുറന്നുകൊടുക്കുവാൻ അവർക്ക് കഴിയാതിരുന്നതിനാൽ അവരെ ആരെക്കുറിച്ചും നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വാതിലെന്ന് പറയാനാവില്ല. അത്തരം വാതിലാകാൻ രക്ഷകനായ യേശുവിന് മാത്രമേ കഴിയൂ. രണ്ടാമതായി, യേശുവിൻ്റെ ഈ വാക്കുകൾ വ്യാജ പ്രവാചകന്മാരെയും സ്വാർത്ഥരായ പുരോഹിതന്മാരെയും അധികാരപ്രഭുക്കന്മാരായ രാജാക്കന്മാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്തെന്നാൽ ഇസ്രായേൽ എന്ന ആട്ടിൻപറ്റത്തിൻ്റെ സംരക്ഷകരെന്ന് സ്വയം നടിച്ചുകൊണ്ട് അവർ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ജീവിക്കുകയായിരുന്നു. ജെറുസലേം ദേവാലയത്തെ കച്ചവട കേന്ദ്രമാക്കിയ പുരോഹിതരും ദൈവിക നിയമങ്ങളെ സ്വാർത്ഥതയ്ക്കായി വളച്ചൊടിച്ച നിയമജ്ഞരും സ്വന്തം അധികാരം നിലനിർത്താനായി ഏതു തിന്മയും പ്രവർത്തിക്കുവാൻ മടിക്കാത്ത രാജവൃന്ദവുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇത്തരക്കാരെയാണ് യേശു കള്ളന്മാരെന്നും കൊള്ളക്കാരുമെന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷ നേടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ: യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കുക. യേശുവെന്ന രക്ഷയുടെ വാതിലൂടെ പ്രവേശിക്കുവാൻ നാം യേശുവെന്ന ഇടയനാൽ നയിക്കപ്പെടുന്ന അനുസരണയുള്ള ആട്ടിൻപറ്റമാവണം. ഇടയൻ്റെ വാക്കു കേൾക്കാതെ ഇടയിൽ നിന്നും അകന്നു പോകുന്ന ആടുകളെ നോക്കി നിൽക്കുന്നത് ചെന്നായി ആണെന്ന സത്യം നാം മറന്നു പോകരുത്. നമ്മുടെ കൊച്ചു കൊച്ചു മടികളും അനുസരണക്കേടുകളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവാകുന്ന ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന, ആ ശബ്ദത്തിനനുസരിച്ച് ജീവിക്കുന്ന ആട്ടിൻപറ്റമാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.